ചൂണ്ടയിടാൻ പോകുന്നവരുടെയൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുകളെ എല്ലാവരും വിചാരിക്കും സുഖമാണെന്ന്. വേണ്ട, കാണുന്ന മരങ്ങളിലും തെങ്ങുകളിലും എല്ലാം വലിഞ്ഞേറിയിരുന്ന് ചൂണ്ടയിടണം. വെയിൽ വന്നു കഴിഞ്ഞാൽ മരത്തണലിലൊക്കെയാണ് കൂടുതലും കരിമീൻ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് മരത്തിൻ്റെ മേളിലൊക്കെ കയറി നിന്ന് ചൂണ്ടയിട്ടാൽ പെട്ടെന്ന് കരിമീനൊക്കെ കിട്ടും. വെയിൽ നോക്കി ഞാനും ഇറങ്ങിയതാണ്. ഞാൻ ചൂണ്ടയിടുന്ന കണ്ടപ്പോൾ എൻ്റെ ഓരോ കൂട്ടുകാരൊക്കെ ചോദിച്ച് മീൻ കിട്ടുന്നുണ്ടല്ലോ, ഞാനും കൂടെ വരാടാന്നൊക്കെ പറഞ്ഞ് വന്നവർക്കൊക്കെ അവരുടെയൊക്കെ വിചാരം പെട്ടെന്നങ്ങ് മീൻ കിട്ടും, വന്ന് ചൂണ്ടയിട്ടാൽ പെട്ടെന്ന് മീൻ കിട്ടി വീട്ടിൽ പോകാമെന്ന്. പക്ഷേ കുറേ നേരം കാത്തിരിക്കണമെന്ന് അവരറിയുന്നില്ലല്ലോ. ക്ഷമ വേണം. ക്ഷമയില്ലാത്തവരൊക്കെ വന്നിട്ട് കളഞ്ഞേച്ച് വീട്ടിൽ പോയിട്ടുണ്ട്. തീറ്റ ഇടുക മീൻ കിട്ടുക, തീറ്റ ഇടുക മീൻ കിട്ടുക എന്ന് പറഞ്ഞിരുന്ന അത് നടപ്പുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ പിന്നെ വലിയ ആഴമില്ലാത്ത സ്ഥലമായിട്ട് കുഴപ്പമില്ല, വീണ് കഴിഞ്ഞാലും വലിയ സീനൊന്നുമില്ല. എന്നാലും ഒരു നെഞ്ചെടുപ്പ്, കാരണം എനിക്ക് നീന്താൻ അറിയത്തില്ലേ. ഒരു ട്രിപ്പ് പോയതിൻ്റെ ക്ഷീണം, മഴയൊക്കെ നനഞ്ഞ് പനിയൊക്കെ ആയി, അതിൻ്റെ ഒരു ശബ്ദത്തിനൊരു വ്യത്യാസമുണ്ട് പറയുന്നതിനകത്തൊക്കെ. ഈ മീനെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ വിടത്തില്ല. മുമ്പൊക്കെ ആകുമ്പോൾ എടുത്ത് വെള്ളത്തിൽ തിരിച്ചിടുമായിരുന്നു. ഞാനിപ്പം വീട്ടിൽ മീനുള്ളതുകൊണ്ട്, വേറെ മീനുള്ളതുകൊണ്ട് അതിന് തീറ്റയായിട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ അതിനെ വീട്ടിൽ കൊണ്ടുപോകും. ഇവിടെയും കൂടുതലും കിട്ടുന്ന കരിമീൻ വെള്ളത്തിൽ തന്നെയാണ്. ഇവിടെ ഒരു പഴയ പൊളിഞ്ഞ വള്ളം കിടപ്പുണ്ട്, അതിൻ്റെ മേളിൽ കയറി നിന്നിട്ടാലും മീൻ കിട്ടും. പക്ഷേ റിസ്ക്കാണ് അതിൻ്റെ മേളിൽ കയറുന്നത്. തടിയൊന്നുമില്ല, അതിൻ്റെ സൈഡിൽ ഫൈബർ മാത്രമേ ഉള്ളൂ. ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ പോക്കറ്റിൽ ഫോൺ ഇരിക്കുന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ചൂണ്ടയിട്ടാലും മീൻ പിടിക്കുന്ന മാത്രമല്ല, നമ്മളതിനെ ഇളക്കിയെടുക്കുന്നതൊക്കെ വലിയ പാടാണ്. മേളിൽ ഉണക്ക ചുള്ളിക്കമ്പൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ സ്റ്റിക്ക് മേളിലോട്ട് പൊക്കുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ ഉടക്കി ടങ്കൂസാനത്തൊക്കെ കുരുങ്ങയൊക്കെ ചെയ്യും. കിട്ടുന്ന മീനൊക്കെ പിടിച്ച് നേരെ കാലിലോട്ട് എറിയത്തേ ഉള്ളൂ. അവരതിനെടുത്ത് വലയ്ക്കകത്തോട്ട് ഇട്ടോളും. ചില സമയത്തൊക്കെ വലിയ കരിമീൻ വന്ന് കൊത്തി ചൂണ്ട ഉടക്കുമായിരുന്നു. പക്ഷേ നമ്മൾ വലിച്ചിങ്ങോട്ടൊരു കരയെ വരെ എത്തും, നമുക്ക് കാണാൻ പറ്റും, കയ്യെത്തും ദൂരത്ത് വരെ എത്തും. അപ്പോഴത്തേക്ക് ചൂണ്ടയിൽ നിന്ന് ഇളകി അങ്ങ് പോവും. അന്നേരമുള്ളൊരു വിഷമം എന്താ സാറേ. അതും നല്ല സൈസ് ഒന്നാം തരം കരിമീനൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ഇടയ്ക്കിടയ്ക്കൊന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ.